നമസ്കാരം. ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ നടക്കുന്നുള്ളതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലായി. അതെന്തു ആവട്ടെ, ഇതുപോലെ തന്നെയാണ് ഈ കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലത്ത് കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ഒരു കമ്മീഷൻ വേണം, നിർബന്ധമായിട്ട് വേണം. അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കാട്ടിയും വളരെ വിഷമത്തിലും കഷ്ടപ്പാടിലാണ് ഓരോ ബിസിനസ് ഓണേഴ്സും പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഗവൺമെൻറ് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ടാക്സ് കൂട്ടുന്ന തീരുമാനങ്ങൾ എത്രമാത്രം ബിസിനസ് ഓണേഴ്സിനെ ബാധിക്കുന്നുണ്ട് അറിയാൻ സാധിക്കുമോ? ഒരു സുപ്രഭാതത്തിൽ എടുക്കുന്ന തീരുമാനം കച്ചവടക്കാർ വലിയ രീതിയിലാണ് അത് ബാധിക്കുക. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല സംഘടനകളും നിർബന്ധിച്ച് വാങ്ങിക്കുന്ന ഡൊണേഷനുകൾ, അതില്ലെങ്കിൽ മാസപ്പിരിവുകൾ, ഇത് വലിയ ചൂഷണമായിട്ടാണ് ബിസിനസ് ഓണേഴ്സിനെ ബാധിക്കുന്നത്. ഇതുപോലെ തന്നെ ബ്ലേഡ് മാഫിയ, പ്രത്യേകിച്ച് തെരുവ് കച്ചവടക്കാർ, ആ രീതിയിൽ കച്ചവടം ചെയ്യുന്നവർ രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു കൊടുക്കുമ്പം നല്ലൊരു എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം എന്തിനാണോ ആ വ്യക്തി ഒരു ദിവസം ജോലി ചെയ്തത് അതെല്ലാം വൈകുന്നേരം ആ വ്യക്തി കൊടുക്കണം. ബ്ലേഡ് മാഫിയൻ്റെ പ്രശ്നങ്ങൾ, എന്തിനേറെ ഉദ്യോഗസ്ഥന്മാർ, അവരെ ശല്യങ്ങൾ താങ്ങാൻ പറ്റാത്ത കുറേ കച്ചവടക്കാരുണ്ട്. ശല്യം മാത്രമേ അവർ ചെയ്യുള്ളൂ. അത് പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ പേരെടുത്തോ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എടുത്തോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചുമട്ടുതൊഴിലാളി, അവരെ ചില ചുമട്ടുതൊഴിലാളി പ്രശ്നം കൊണ്ട് തന്നെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വിശേഷം. ഇങ്ങനെ ഒരു വിധത്തിലും ബിസിനസ് ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോ കച്ചവടക്കാരും നേരിടുന്നത്. ഇത് ശരിക്കും സർക്കാർ പഠിക്കണം, പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കണം, അത് പുറത്തു വരണം, നിർബന്ധമാണ്. അപ്പം ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇതെന്താ കച്ചവടക്കാർക്ക് മാത്രം ഈ പ്രാധാന്യം, അവരെ കാര്യം പഠിച്ചുകൊണ്ട് എന്താ കാര്യം എന്നുള്ളത് പൊതുജനങ്ങൾ ചേക്കാം. അത് ഞാനൊരു കാര്യം പറയാം, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണ്. എല്ലാം കൊണ്ടും ആ സാഹചര്യമുണ്ട്, എല്ലാം കൊണ്ടും. ഇപ്പം ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഓരോ കച്ചവടക്കാരനും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് കിട്ടുന്നതിൻ്റെ ടാക്സിൻ്റെ ഒരു 10, 20 ചിലപ്പോൾ 100 ഇരട്ടിയോ വർദ്ധിപ്പിച്ച് സർക്കാരിന് കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ ടേൺ ഓവർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ആ രീതിയിൽ നമുക്ക് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സർക്കാരിന് ഒരുപാട് വരുമാനം ഉണ്ടാവും. അതോടൊപ്പം എത്രയോ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. സാധാരണ ജോലി തൊട്ട് വലിയ ജോലികൾ വരെ, നല്ല ശമ്പളം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികൾ വരെ ഈ ബിസിനസ് വർദ്ധിപ്പിച്ച് നമുക്ക് ജോലികൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും ഭാഗമാക്കാൻ കച്ചവടക്കാർക്ക് സാധിക്കും. അപ്പം ഒരു ബിസിനസ് സമൂഹം നന്നായി വരികയാണെങ്കിൽ, പന്തലിച്ച് വരികയാണെങ്കിൽ മൊത്തം സ്റ്റേറ്റിന് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കച്ചവടക്കാർ എങ്ങനെയാണ് ബിസിനസ് കേരളത്തിൽ ചെയ്തു പോകുന്നത്. സാധാരണ കച്ചവടക്കാരൻ, നടുത്തര കച്ചവടക്കാരൻ, നമ്മുടെ MSME എന്താണ്, അത് എത്ര പേർക്ക് അറിയാം, എത്ര ഉദ്യോഗസ്ഥന്മാർ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കച്ചവടക്കാർക്കുള്ളത്? ഇതുവരെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും നല്ല രീതിയിൽ ഒരു കച്ചവടക്കാർക്കും മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് സത്യം. ഇതൊക്കെ പഠിക്കണം. ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം, കേൾക്കുന്നതാണ് സത്യം. എന്തെന്നറിയണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സമൂഹത്തിന് തിരിച്ച് ഒരുപാട് നന്മ ചെയ്യാനും കച്ചവടക്കാർക്കും സാധിക്കും. ഇത് കേൾക്കുന്നവർ ആ രീതിയിൽ ചിന്തിക്കട്ടെ, ആ രീതിയിൽ പ്രവർത്തിക്കട്ടെ, ആ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.